ഈ രീതിയിലാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് 90% അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ട് കാണാം. ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഏത് വശത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കുക എന്നുള്ളത്, വലത്താണോ ഇടത്താണോ എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഉത്തരം ഇടതുവശം ചെരിഞ്ഞ് കിടക്കലാണ്. കാരണം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ദഹനം എളുപ്പമാകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് മുകളിലേക്ക് കയറി വരാതെ റിഫ്ലക്സ് ഡിസീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കരുത്. കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. രാത്രിയിൽ അസിഡിറ്റി ഉള്ള ആളുകൾ കഴിയുന്നതും ഒരു തലയണ വെച്ചിട്ട് തല ഉയർത്തി കിടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതും മലർന്ന് കിടക്കുന്നതും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അസിഡിറ്റി ഒക്കെ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. മാത്രമല്ല ഭക്ഷണം കഴിച്ച ശേഷം ലൈറ്റ് വാക്കിംഗ് ചെറിയ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ദഹനം എളുപ്പമാകാൻ വേണ്ടിയിട്ടും ഗ്യാസിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കുറയാനായിട്ടും സഹായിക്കും. ഈ ഒരു അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം.